അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിന്റെ അകത്തൊരു ക്രീമി ലെയർ, സാമ്പത്തികമായി മുന്നോക്കമോ പിന്നോക്കമോ എന്ന് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തില് അതിലെ പിന്നോക്കക്കാരെ സഹായിക്കാൻ അനിവാര്യമാണ് എന്ന നിലപാടും കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന് അതിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കുണ്ട്. എന്നാൽ ഭരണഘടനാപരമായി സംവരണത്തിന്റെ കാലഘട്ടം ഒരു നിശ്ചിത കാലയളവാണെന്നും ആ നിലവാരത്തിലേക്ക് ഉയർന്നാൽ പിന്നെ അത് വേണ്ടതില്ല എന്നും ചർച്ച ചെയ്യുന്ന ഒരു നിലപാട് നമ്മുടെ രാജ്യത്ത് ശക്തമാണ്. പലപ്പോഴും നമ്മൾ സംവരണത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഇത്തരമൊരു നിലപാടും അധികാര കേന്ദ്രത്തിലുള്ളവർക്കുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞു പോകുന്നത് നല്ലതാണ്. മറ്റൊന്ന്, മുന്നോക്കക്കാരായവരുണ്ട്. ഇവിടെ ഞാൻ ഈ ചരിത്രം മറ്റേ ജീവിതവും ഭാഷയും എന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിലെ നമ്മുടെ പരമ്പരാഗതമായ ജീവിത രീതിയും നാം മധ്യവർഗവുമായി ഉള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ 1-2 പാരഗ്രാഫ് വായിച്ചതല്ല, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ വീര ശൈവ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘടനയ്ക്കകത്ത് ഉൾപ്പെടെ കുംഭാര സമൂഹത്തിലുള്ളവര് പങ്കെടുക്കുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന നിലയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ മുന്നോക്കക്കാർ, അവരിലെ പാവപ്പെട്ടവർക്ക് സംവരണം വേണ്ടേ എന്ന ചർച്ച ഉയർന്നു വരും. അപ്പൊ അത് സംബന്ധിച്ചും ഒരു അഭിപ്രായം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്. അതെന്താ വെച്ചാൽ, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 50% കൂടുതൽ സംവരണം ഉണ്ടാകാൻ പാടില്ല. 50% വരെ പാടൂ. അതിപ്പോ OBC 27, പട്ടികജാതി സംവരണം, പിന്നെ എന്താ പറയാ ഹാൻഡിക്യാപ്ഡ്, അങ്ങനെ എല്ലാ സംവരണവും കൂടിയാൽ അത് 50% പാടൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അപ്പൊ ബാക്കി 50% ഉണ്ട്. ഇരിക്കട്ടെ, ഇനി അതിൽ പിന്നോക്കക്കാരുണ്ടാകും അല്ലേ? മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ പിന്നോക്കക്കാരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ഭരണഘടനയ്ക്കകത്ത് ഒരു 5-10% മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരെ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് ഈ മാറ്റം രൂപപ്പെടുക. അതിനെന്തു വേണം? ഭരണഘടനാപരമായ മാറ്റം വേണം. സ്വാഭാവികമാണ്. മറ്റത് 50-ൽ നിൽക്കണം ജാതി സംവരണം. അപ്പൊ അത് ഇതിൽ നിന്ന് എടുക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത ധാരകളിലുള്ള ഡിസ്കഷനുകൾ ഉണ്ട്. അപ്പൊ ഞാനത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംവിധാനത്തിലുള്ളൊരു നിലപാട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ സംവരണം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ സ്വാഭാവികമായും അത് മറികടക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവൂലോ, വ്യത്യസ്ത നിലയിലാണത്. അപ്പൊ അത് ഒരു നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, എല്ലാവിധ സബ്സിഡികളും. എന്താ സബ്സിഡി എന്ന് പറയുന്നത്? സബ്സിഡി എന്ന് പറയുന്നത് എന്താ? നിലവിലുള്ള വിലയിൽ നിന്നും കുറച്ചു കൊടുക്കലാണ് സബ്സിഡി അല്ലെ? അത് ഗവൺമെന്റ് ആ കാര്യം ഏറ്റെടുക്കുന്നു. അതല്ലെങ്കിൽ പെൻഷൻ എന്ന് പറയുന്നത് എന്താ? ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ്. ഈ പദ്ധതികൾ പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ 1600 രൂപ എന്ന നിലയ്ക്ക് തന്നെ പെൻഷൻ കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ആ പെൻഷൻ നൽകാൻ തീരുമാനിക്കുകയും ആ നടപടിയിൽ നിന്ന് പിന്നോക്കം പോകാതെ അത് നിലനിർത്തുകയും ചെയ്യുക എന്നതിന്റെ വലിയ ബാധ്യത നമുക്ക് മനസ്സിലാവും. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോവല്ല. അപ്പോ സബ്സിഡികൾ അത് ലാഭകരമല്ലാത്തത് കൊണ്ട്, ചില കാര്യങ്ങൾ ലാഭകരമാവില്ലല്ലോ, ലാഭകരമല്ലാത്തത് കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക, ലാഭകരമല്ലാത്തത് കൊണ്ട് ആരോഗ്യരംഗത്തെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സൗജന്യ ചികിത്സ കുറയ്ക്കുക, സൗജന്യ വിദ്യാഭ്യാസം കുറയ്ക്കുക, എല്ലാം ലാഭകരമാക്കുക. നമ്മളും അങ്ങനെയല്ലേ ചിന്തിക്കണേ?
ലാഭകരമല്ലാത്തൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ അതാണ്. പക്ഷേ സ്റ്റേറ്റ് അഥവാ ഗവൺമെന്റ് ഏറ്റവും പാവപ്പെട്ടവനെ കൈപിടിച്ചുയർത്താൻ സ്റ്റേറ്റിന്റെ ബാധ്യതയായി എന്തേറ്റെടുക്കണം? ഈ ബാധ്യതകൾ ഏറ്റെടുക്കണം. അപ്പോഴാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എല്ലാ വിഭാഗത്തെയും കൈപിടിച്ചുയർത്താൻ വേണ്ടി കഴിയും. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രവർത്തനം വികസന രംഗത്ത് നടക്കുന്നതിനോടൊപ്പം അതിദരിദ്രരായവരെ ഗവൺമെന്റ് തന്നെ സർവേ നടത്തി കണ്ടെത്തി ആ അതിദരിദ്രരെ അവരുടെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ഉണ്ടാക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മളൊക്കെ ദരിദ്രരാണ്. എന്നാൽ അരിയുടെ സബ്സിഡി ഉണ്ട്, സൗജന്യമായിട്ട് അരി കിട്ടും, എല്ലാ സഹായങ്ങളും ലഭിക്കും. പക്ഷേ ചിലർക്ക് അത് വച്ച് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. മാനസികമായ വെല്ലുവിളിയാകാം. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലും നമ്മുടെയൊക്കെ ആവാസ കേന്ദ്രങ്ങളിലെല്ലാം വളരെ ചെറിയ അളവിൽ അത് കാണാം. സർവേ നടത്തിയപ്പോൾ 64,000 പേരാണ് കേരളത്തിൽ അങ്ങനെ വ്യത്യസ്ത അളവിൽ കണ്ടെത്തിയത്. ആ 64,000 പേരെയും അവരെ ആ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി. അവർക്ക് റേഷൻ കാർഡാകാം, അവർക്ക് ഐഡന്റിറ്റി കാർഡാകാം, ആധാർ കാർഡാകാം, ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കലാകാം, ഒരു വീടാകാം, ഒരു സ്ഥലം അനുവദിക്കലാകാം എന്നിങ്ങനെയെല്ലാം ഈ നിലയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തില് മുന്നോട്ടു പോകുന്നു എന്നതുകൂടി ഈ അവസരത്തില് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി കടന്നു വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കാം. അപ്പൊ ആ നിലയില് ഇവിടെ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവതരിപ്പിക്കാൻ ഞാനുകൂടി ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി സർ, താങ്കളുടെ മനോഹരമായ ഭാഷണത്തിന്.